ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. പെയിൻറ്റർമാനാണ്. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെയാണ് പാറ്റേൺ ഇടുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കാണിച്ചു തരാനുള്ളത്. ഇതേ നമ്മളെ മെറ്റീരിയൽ ഓൾറെഡി മിക്സ് ചെയ്ത മെറ്റീരിയൽ നമ്മൾ ഫസ്റ്റ് ബേസ് കോട്ട് ഇട്ടു. അതിൻ്റെ പുറത്ത് രണ്ടാമതൊരു കോട്ടും കൂടി ഇട്ടു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. രണ്ടാമതും അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് എങ്ങനെ ഇട്ട് അതേപോലെ തന്നെയാണ് രണ്ടാമത് ഇടേണ്ടത്. അതിനുശേഷം ഇതേ മെറ്റീരിയൽ കുറച്ച് എടുത്ത് നമ്മൾ ട്രൗലിനാണ് ശരിക്കും ഇടേണ്ടത്. പക്ഷേ ചെറിയ പീസായതുകൊണ്ട് ട്രൗലിനിടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് പാറ്റേണും വലുതാവും. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ചെറിയ പീസിനിടുന്നത്. ഇങ്ങനെയാണ് പാറ്റേൺ ഇടുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇടുക. നമ്മളിടുന്നത് ഇങ്ങനെയാണ്. ട്രൗലിനാണ് ഇടുക. ചെറിയ പീസാകുമ്പോൾ നമുക്ക് ട്രൗലിനിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലത്തെ വലിയ പാറ്റേണും ആയി മാറും. അപ്പോൾ അത് വേണ്ട, അവർക്ക് ചെറിയ പാറ്റേൺ മതി എന്ന് പറഞ്ഞത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത്. അതിനുശേഷം നല്ലപോലെ ട്രൗല് കൊണ്ട് പിടിച്ചെടുക്കണം. ട്രൗല് ആദ്യം ഫുള്ള് ക്ലീൻ ആണോ നോക്കുക. എല്ലാ ഭാഗവും ക്ലീൻ ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളതിൽ മെറ്റീരിയൽ ഉണ്ട് പറഞ്ഞാൽ അതും കൂടെ കയറി ബ്ലാക്ക് ഷെയ്ഡായിട്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ അപ്പോൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മൾ ട്രൗലിനെ പിടിക്കണമെന്ന്. ഇതുപോലെ നല്ലപോലെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഗ്ലേസിങ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ട്യൂബ് കണ്ടോ, ട്യൂബിൻ്റെ ഗ്ലേസിങ് അറിയുന്നുണ്ടോ. ഇതുപോലെ നമ്മളെല്ലാം പിടിച്ചെടുത്താണ്. കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാം വർക്ക് കഴിഞ്ഞാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. അവർ ശരിക്കും ആദ്യം മാറ്റ് മതി എന്ന് പറഞ്ഞു, പിന്നെ അത് സെമി ആയി, പിന്നെ അത് ഗ്ലോസി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാക്സിമം നമ്മൾ ബഫിങ് മെഷീനൊന്നും ഇടാതെയാണ് ട്രൗലിൽ തന്നെയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ബഫിങ് മെഷീനും കൂടി പിടിച്ചാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഫിനിഷ് ആയിട്ടുണ്ടാവും. ഇപ്പം തന്നെ ഏകദേശം ഫിനിഷിംഗ് ആണ്, നിങ്ങൾക്ക് എല്ലാവരും കാണാമല്ലോ അല്ലേ. കണ്ടോ, ഒരു ഷൈനിങ് ആണോ.
ഇതിൽ 2 കളറാണ് നമ്മൾ കാണിച്ചു തന്നായിരുന്നു. കളറ് 2 കളറാണ്. അപ്പോൾ ഒരു ഗ്രേയും പിന്നെ ഈ റെഡും ആണ്. ഫൈനലായിട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഫിനിഷിംഗ് ആണത്. നമ്മൾ ഫുള്ള് ട്രൗലിന് മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. വേറെ ഇതിൽ വാക്സ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഏഷ്യൻ്റെ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ കൂടുതൽ ഗ്ലൈസിങ്ങിന് വേണ്ടി വാക്സും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കും. നമ്മളിത് സിർക്കയുടെ മെറ്റീരിയൽ റാഫെല്ലോ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റാഫെല്ലോ സ്റ്റുക്കോ. അപ്പോൾ അതിൻ്റെ ആ മെറ്റീരിയൽ ക്വാളിറ്റിയാണിത്. നല്ല ഗ്ലേസിങ്. ആ ടേബിൾ ടോപ്പെല്ലാം കണ്ടോ, നല്ല ഗ്ലേസിങ് ഉണ്ട്. അപ്പോൾ ഇത് പിടിച്ച് ട്രവലിനെ പിടിക്കലാണ് മെയിൻ പരിപാടി. പാറ്റേൺ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് പിടിച്ചെടുക്കണം. കംപ്ലീറ്റും ട്രവലിനെ നല്ലപോലെ വലിച്ച് കുറേ നേരം വലിച്ച് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ കൈയൊക്കെ നമ്മളെ വേദനിക്കും. ഇതേ എൻ്റെ കൈ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് പൊള്ളം കുത്തി കുമ്പള വന്ന്. അപ്പം അതുപോലെയൊക്കെ ആവും. പക്ഷേ അതൊന്നും കാര്യമില്ല, നമുക്ക് പണിയാണ് വലുത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ വർക്ക് നീറ്റാകണം എന്നുള്ളതാണ്. മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതിലൊരു ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. വർക്ക് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് കമൻറ്റും കാര്യങ്ങളെല്ലാം ഇടണം. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം എല്ലാവരും. കാരണം കമൻറ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ അറിയുന്നവർക്ക് മാക്സിമം എല്ലാവർക്കും ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇതിൻ്റെ വർക്കുകൾ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ടേബിൾ ടോപ്പാണിത്. 2 കൗണ്ടറാണ് ബേക്കറിയുടെ. അപ്പോൾ നമ്മളെ ടേബിളിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി മുകളിലൊരു ടേബിളും കൂടി ഉണ്ട്. ആ ഒരു ടേബിളിൻ്റെ വർക്കും പിന്നെ കുറച്ച് വാളിൻ്റെ ഇതും ഉണ്ട്. അത് വീണ്ടും അടുത്ത ദിവസം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ ലുക്ക്. 2 ടേബിളിൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും കൂടുതൽ വർക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ എന്നാലും അറിയാത്തവർക്ക് ഇത് പഠിക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്കിതിൻ്റെ ക്ലാസ്സിനും കാര്യങ്ങളൊക്കെ പോയിട്ട് അവർ പറഞ്ഞു തന്നായിരുന്നു. ആ ഒരു രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.